കേരള സാരിയുടുത്ത കേരളീയ വസ്ത്രമണിഞ്ഞ സ്ത്രീകളെയടക്കം ധർമ്മസ്ഥലയിൽ കുഴിച്ചുമൂടി. കേരളത്തെ എന്നല്ല, ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച വെളിപ്പെടുത്തലായിരുന്നു കഴിഞ്ഞ ദിവസം ധർമ്മസ്ഥലയിൽ നിന്നുണ്ടായത്. കേരളത്തിൽ നിന്നടക്കം ധാരാളം തീർത്ഥാടകരെത്തുന്ന തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ തന്നെ ധർമ്മസ്ഥലയിൽ പോയി അവിടെ വെച്ച് കാണാതായിട്ടുള്ളവരെ മറവ് ചെയ്തിട്ടുണ്ടെന്ന വെളിപ്പെടുത്തൽ നിസ്സാരമായി കാണാനാകുമോ? വ്യക്തമായ തെളിവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ശുചീകരണ തൊഴിലാളിയുടെ വെറുമൊരു ആശയം എന്ന മട്ടിൽ ധർമ്മസ്ഥലയിലെ നിഗൂഢമായ വെളിപ്പെടുത്തലുകൾ മറയ്ക്കാനുള്ള ശ്രമങ്ങൾ ആദ്യം മുതൽക്കേ ആരംഭിച്ചതാണ്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായാൽ ഇപ്പോഴുള്ള സാഹചര്യം മാറുമെന്നും കുറ്റക്കാർ കുടുങ്ങുമെന്നുമായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ പെൺകുട്ടികളെ കുഴിച്ചിട്ടു എന്ന് പറയുന്നിടത്തു നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടും ക്രൂരകൃത്യം നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടും സാഹചര്യങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. തെളിവുകൾ പുറത്തു വന്നു തുടങ്ങിയപ്പോൾ വൻ കോളിളക്കമായി മാറുമെന്ന് കരുതിയ സംഭവം യാതൊരുവിധ അനക്കവുമില്ലാതെ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. ഇന്ത്യയെ തന്നെ നടുക്കുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടും സംഭവത്തിന് അതിൻ്റെതായ ഗൗരവം നൽകാതെയാണ് കർണാടക സർക്കാർ മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും ധർമ്മസ്ഥലയിലെ അന്വേഷണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് സിദ്ധരാമയ്യ. ദുരൂഹതകൾ നീക്കി സത്യം പുറത്തു കൊണ്ടുവരുവാനും കുറ്റക്കാർ ആരെന്ന് കണ്ടെത്താനും കഴിയുമോ സിദ്ധരാമയ്യ സർക്കാരിന് എന്ന ചോദ്യമാണ് ഇനിയും അവശേഷിക്കുന്നത്. സിദ്ധരാമയ്യ സർക്കാർ അതിന് വഴിയൊരുക്കിയാലും വീരേന്ദ്ര ഹെഗ്ഡെ അതിന് സമ്മതിക്കുമോ? രാജ്യം പത്മഭൂഷണും പത്മവിഭൂഷണും രാഷ്ട്രപതി രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്ത മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ അധികാരികളായ ഹെഗ്ഡെ കുടുംബത്തിന്റെ നിലവിലെ കാരണവർ. 1968 തന്റെ 19-ാം വയസ്സിൽ ധർമ്മസ്ഥലയുടെ ഭരണാധികാരിയായി അധികാരത്തിലേറിയ കിരീടം വയ്ക്കാത്ത രാജാവ്. എതിരെ വന്നവരെ അരിഞ്ഞു വീഴ്ത്തി മുന്നേറിയ ചരിത്രം. എതിർത്തു തോൽപ്പിക്കാനാവാതെ നാടുവിട്ടവരും കുറവല്ല. വീരേന്ദ്ര ഹെഗ്ഡെ. ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ ധർമാധികാരി ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെക്കുണ്ടായിരുന്ന ഇമേജ് മനുഷ്യസ്നേഹിയുടേതായ പരിവേഷം തന്നെയായിരുന്നു. പ്രതിദിനം 50,000 പേർക്ക് ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്ന ധർമ്മസ്ഥലയുടെ അടുക്കളയുടെ ഉപജ്ഞാതാവ് എന്ന പേരിൽ വിദേശ മാസികകൾ പോലും അദ്ദേഹത്തെക്കുറിച്ച് ലേഖനം എഴുതി. പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും തുടർച്ചയായി കിട്ടിക്കൊണ്ടിരുന്നു. ഓണറി ഡോക്ടറേറ്റ്, കർണാടക രത്ന, പത്മഭൂഷണും വിഭൂഷണും, ഒപ്പം രാജ്യസഭാംഗത്വവും. രത്നം പോലെ തിളങ്ങി നിൽക്കുമ്പോഴും വിവാദങ്ങളും ഒട്ടും കുറവായിരുന്നില്ല. പരസ്യമായ രഹസ്യമായ അതൊക്കെയും അങ്ങനെ തന്നെ നിലനിന്നു. ഇപ്പോൾ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലൂടെ അവിടെ നടന്ന 100 കണക്കിന് ദുരൂഹ മരണങ്ങളുടെ വിവരങ്ങൾ പുറത്താവുകയും ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ SIT സംഘം രൂപീകരിച്ച് സാക്ഷിയുമൊത്ത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് പറയുന്ന നേത്രാവതി നദിയുടെ കരയിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നു. ആ ആരാധനാലയത്തിനു ചുറ്റും അനീതി വിളയാടുന്നുവെന്ന് ഉറപ്പായിരിക്കുന്നു. ധർമ്മസ്ഥലയുടെ ധർമാധികാരി എന്നാൽ ഫലത്തിൽ അവിടുത്തെ ചക്രവർത്തി എന്ന് തന്നെയാണ് അർത്ഥം. ഇന്നും ഫ്യൂഡലിസത്തിന്റെ ഹാങ് ഓവർ വിട്ടുമാറാത്ത ഒരു സമൂഹത്തിലെ കോടതിയും പോലീസും അദ്ദേഹമാണ്. ട്രസ്റ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രത്തിന്റെയും അതിന്റെ സ്വത്തുക്കളുടെയും ഭരണവും അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. ഒരുപാട് സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ധർമ്മസ്ഥല ട്രസ്റ്റ് നടത്തുന്നുണ്ട്. ഡോക്ടർ ഹെഗ്ഡെ ധർമാധികാരിയായതോടെ അതിവേഗത്തിലുള്ള വികസനമാണ് ആ പ്രദേശത്തുണ്ടായിരുന്നത്. അതുപോലെ ആ നാട്ടിലെ പള്ളിക്കൂടം മുതൽ കോളേജ് വരെ അവരുടേതാണ്. SKDRDP എന്ന തന്റെ സ്വപ്ന പദ്ധതിയിലൂടെ ഗ്രാമവികസനം, സ്ത്രീ ശാക്തീകരണം, സംരംഭകത്വം എന്നിവയിലും അദ്ദേഹം ഇടപെടാറുണ്ട്. ആ നാടിന്റെ വികസനം തന്നെ ധർമ്മസ്ഥല ട്രസ്റ്റ് നടത്തുന്നതാണ് എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. രാഷ്ട്രീയമായി നോക്കിയാൽ ഹെഗ്ഡെ എല്ലാ പാർട്ടിയുടെയും ആളാണ്. ഭരണകക്ഷിയായ കോൺഗ്രസും BJPയും ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിനൊപ്പം തന്നെയാണ്. ധർമ്മസ്ഥല സന്ദർശിച്ച് ഹെഗ്ഡെയുടെ ആതിഥ്യം സ്വീകരിക്കാത്ത രാഷ്ട്രീയക്കാരില്ല. കോൺഗ്രസ് ഭരിക്കുമ്പോഴും BJP ഭരിക്കുമ്പോഴും അദ്ദേഹത്തിന് അംഗീകാരങ്ങൾ മാത്രമാണ് ലഭിച്ചിരുന്നത്. BJP നേതാവ് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന 2000-ലാണ് സാമൂഹ്യ പ്രവർത്തനത്തിനും മതസൗഹാർദ്ദത്തിനും
വീരേന്ദ്ര ഹെഗ്ഡെയ്ക്ക് പത്മഭൂഷൺ പുരസ്കാരം നൽകുന്നത്. BJP നേതാവ് BS യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായിരുന്ന 2009 കർണാടക സർക്കാർ സംസ്ഥാനത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കർണാടക രത്ന പുരസ്കാരം നൽകി. 2015 മോദി സർക്കാരിന്റെ കാലത്ത് പത്മവിഭൂഷണും സമ്മാനിച്ചു. 2022 അദ്ദേഹം രാജ്യസഭാ അംഗമായി. സൗജന്യ എന്ന പെൺകുട്ടിയുടെ ബലാത്സംഗ കൊലയെ തുടർന്ന് ആരോപണം കത്തി നിൽക്കുന്ന സമയത്താണ് BJP സർക്കാർ ഹെഗ്ഡെയെ സാമൂഹ്യ സേവനങ്ങളുടെ പേരിൽ പാർലമെന്റിൽ എത്തിച്ചതെന്നതാണ് മറ്റൊരു കാര്യം. പേരിന് മാത്രം പോലീസ് സ്റ്റേഷനുള്ള സ്ഥലമാണ് ഇന്നും ധർമ്മസ്ഥല എന്നാണ് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി നേതാവ് P. ജയന്ത് പറയുന്നത്. 2012 സൗജന്യ എന്ന 17-കാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്നെന്ന കേസുണ്ടായിരുന്ന സമയത്ത് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. അതുവരെ ബെൽത്തങ്ങാടിയിലായിരുന്നു പോലീസ് സ്റ്റേഷൻ. പിന്നീട് സൗജന്യ കേസിലെ വിവാദങ്ങളെ തുടർന്നാണ് 2016 മറ്റോ ധർമ്മസ്ഥലയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നത്. പക്ഷേ സ്റ്റേഷൻ വെറും ഡമ്മിയാണെന്നും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക ഹെഗ്ഡെ കുടുംബമാണെന്നുമാണ് ആക്ഷൻ കൗൺസിൽ പറയുന്നത്. ഡിവോഴ്സ് കേസുകൾ തൊട്ട് കൊലപാതക കേസുകൾക്ക് വരെ വിധി പറയുക ഹെഗ്ഡെയുടെ കോടതിയാണ്. വിശ്വാസപരമായ കാരണങ്ങളാൽ ഈ അടുത്ത കാലം വരെ ഇവിടുത്തുകാർ സമീപിച്ചിരുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ജുഡീഷ്യറിയെ ആയിരുന്നില്ല. ധർമ്മസ്ഥല ധർമാധികാരി ധർമ്മം വിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നായിരുന്നു ഗ്രാമീണരുടെ വിശ്വാസം. ഭൂപരിഷ്കരണം നടന്നിട്ടില്ലാത്ത കർണാടകയിൽ ഇന്നും പലയിടത്തും ജന്മി കുടിയാൻ വ്യവസ്ഥയുണ്ട്. ഈ കർഷകരെ ചൂഷണം ചെയ്താണ് ഹെഗ്ഡെ കുടുംബം തടിച്ചു കൊഴുക്കുന്നതെന്നാണ് CPIM അടക്കമുള്ള ഇടതു പാർട്ടികൾ ആരോപിക്കുന്നത്. ധർമ്മസ്ഥലയിൽ വീരേന്ദ്ര ഹെഗ്ഡെയ്ക്കെതിരെ ആദ്യം കേസ് കൊടുക്കുന്നത് ഒരു CPM നേതാവ്, കർഷക സംഘം താലൂക്ക് സെക്രട്ടറിയായിരുന്ന വിഷ്ണുമൂർത്തി ഭട്ടായിരുന്നു. ശരിക്കും വീരേന്ദ്ര ഹെഗ്ഡെ അല്ല പ്രശ്നക്കാരനെന്നും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹർഷേന്ദ്ര കുമാറും കൂട്ടരുമാണെന്നുമാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ചില ക്രിമിനൽ സ്വഭാവമുള്ള ജീവനക്കാർ വഴി ഹർഷേന്ദ്ര കുമാറാണ് അഴിഞ്ഞാടുന്നതെന്നും വീരേന്ദ്ര ഹെഗ്ഡെ അതിന് പിന്തുണ കൊടുക്കുകയാണെന്നുമാണ് ഇവരുടെ ആരോപണം. DK ശിവകുമാറും സിദ്ധരാമയ്യയുമൊക്കെ ഹെഗ്ഡെയ്ക്ക് നൽകുന്നത് വലിയ പിന്തുണയാണെന്നാണ് നാടൊട്ടുക്കെ ഉയരുന്ന മറ്റൊരു ആക്ഷേപം. ഇപ്പോൾ SIT അന്വേഷണം തുടങ്ങിയിട്ടും ധർമ്മസ്ഥലയിൽ ഇടതു പാർട്ടികൾ ഒഴികെയുള്ളവർ ഹെഗ്ഡെ കുടുംബത്തിന് ഒപ്പമാണ്. കാശിയിലെ പോലെ പ്രായമായവർ പലരും മരണത്തിനായി ധർമ്മസ്ഥലയിൽ എത്താറുണ്ടെന്നാണ് വീരേന്ദ്ര ഹെഗ്ഡെയെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ വരുന്ന പലരും പ്രായാധിക്യം കൊണ്ട് മരണപ്പെടാറുണ്ട്. അവരെ ക്ഷേത്രത്തിനടുത്താണ് മറവു ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ യാചകരും മറ്റും മരിച്ചാലും അവിടെ സംസ്കരിക്കാറുണ്ട്. ഇതെല്ലാം പെരുപ്പിച്ച് ക്ഷേത്രത്തെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് ഹെഗ്ഡെ അനുകൂലികൾ പറയുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ ഹെഗ്ഡെ കുടുംബം നിരപരാധികളാണെങ്കിൽ എന്തിനാണ് അവർ അന്വേഷണത്തെ ഭയക്കുന്നതെന്നാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. കർണാടക സർക്കാരും ഹെഗ്ഡെയ്ക്ക് കുടപിടിച്ചു നിൽക്കുന്നുവെന്ന വിമർശനങ്ങൾ ഉയരുമ്പോൾ അനേകം കുഴികൾ ഇനിയും തുറന്നാലും സത്യങ്ങൾ മൂടപ്പെടുകയല്ലേ ചെയ്യൂ.